സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിനപ്പുറം മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ചത്. സ്ഥലവും സമയവും തീരുമാനിക്കാനുള്ള അവകാശം കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറി പ്രതിപക്ഷ നേതാവ്. വളരെ സന്തോഷം. അതായത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJP അവരുടെ മനസ്സിന് ചെറിയ നോവല് പോലും ഒരു വിഷമം അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ് UDF കൂട്ടാണെന്ന്? ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇതിന്റെ ഭാഗം എടുക്കും. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കെടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താം. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൈഫ്, നോക്കൂ, സംവാദത്തിന് ആദ്യം വെല്ലുവിളിക്കുന്നത് VD സതീശനാണ്. അതിന് മുഖ്യമന്ത്രി അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നു. പക്ഷെ നോക്കൂ, നമ്മൾ ഇന്ന് കാണുന്നത് കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാതെ മടങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രിയാണ്. അതായത് പാർട്ടി മാധ്യമങ്ങൾക്ക് മാത്രം മറുപടി നൽകി പോകുന്നു. മറ്റു മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഒരു സംവാദത്തിനുള്ള സാധ്യതയുണ്ടോ? ഒരു സംവാദത്തിന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ VD സതീശൻ തയ്യാറെടുത്തു എന്നുള്ളത് തന്നെ രാഷ്ട്രീയത്തിൽ നമ്മൾ അപൂർവമായി കാണുന്ന കാഴ്ചയാണ്. ഇപ്പോ രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി സംവാദത്തിൽ വിളിക്കുന്നത് പുതുമയുള്ള ഒരു കാഴ്ചയല്ല. ആ പുതുമയുള്ള കാഴ്ചയല്ല എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ പല നേതാക്കന്മാർ ഇത് കണക്ക് വിളിച്ചിട്ടുണ്ട്, സംവാദം വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും എതിർചേരിയിലുള്ള ആൾക്കാർ സംവാദത്തിനുള്ള ആ ക്ഷണം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഈ ഘട്ടത്തിൽ സതീശൻ അങ്ങനെ സംവാദത്തിന് വിളിക്കുന്നു. സംവാദത്തിന് ആദ്യം തയ്യാറാണെന്ന് സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു ഇനി ഈ വിഷയത്തിൽ സംവാദമാകാം എന്ന തലക്കെട്ടോടു കൂടി അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം പറയുന്നു. അതിന് പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സംവാദത്തിന് തയ്യാറാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം ഈ സമയപരിധിയാണ്. സമയം വളരെ തുച്ഛമായ സമയം മാത്രമാണ്. ഇനി പരസ്യ പ്രചരണത്തിന് 3-ാം തീയതി വരെ മുഖ്യമന്ത്രി ഈ ജില്ലകളുടെ പര്യടനത്തിലാണ്. 3-ാം തീയതി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വഴി ധർമ്മടത്തേക്ക് തിരികെ പോവുകയാണ്. ധർമ്മടത്തിൽ അദ്ദേഹത്തിന് വിവിധ പരിപാടികൾ പങ്കെടുക്കേണ്ടത് ഉണ്ട്. അങ്ങനെ പരസ്യപ്രചരണം അവസാനിക്കുന്ന ഘട്ടം വരെ മുഖ്യമന്ത്രി ഷെഡ്യൂൾ ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി സമയം കണ്ടെത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട കാര്യം. എന്തായാലും നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഉയർന്ന വിവാദം അതും സ്വാഭാവികമായിട്ടും നാളെ അതിനും ഒരു വ്യക്തത മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാം. നിമിഷ സൈഫി പറഞ്ഞതുപോലെ തന്നെ സമയക്കുറവാണ് ഒരുപക്ഷെ വെല്ലുവിളിയായി നിലനിൽക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ സംവാദം വേണ്ട, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴിയിലുള്ള ഈ പ്രത്യാരോപണവുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ നമ്മൾ നിയമത്തും ഇത്തരത്തിലുള്ള സംവാദത്തിന് ക്ഷണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് മുഖ്യമന്ത്രി വരട്ടെ സംവാദത്തിന് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള സംവാദത്തിന്റെ കാര്യമല്ല ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായി നോക്കിക്കാണുന്നതാണ്. പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും അതിന് അനുകൂലമായിട്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അങ്ങനെ സമ്മതിക്കുന്നതല്ല. ഒരു സംവാദത്തിന് ആരെങ്കിലും വിളിക്കുമ്പോൾ അത് സമ്മതിക്കുന്നതല്ല. പക്ഷെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ആ സംവാദത്തിന് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പൊ അനീഷ സൂചിപ്പിച്ച പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം ഇതിനകത്തൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തിരികെ പോവുകയാണ്. തിരികെ ഈ ഇതുവരെ പങ്കെടുക്കാത്ത ജില്ലകളുണ്ട്, പരിപാടിയിൽ പങ്കെടുക്കാത്ത ജില്ലകളുണ്ട്. നാളെ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ പരിപാടി. അതിനുശേഷം അദ്ദേഹം തിരികെ വടക്കോട്ട് പോവുകയാണ്. വടക്കോട്ട് പോയി മൂന്നാം തീയതി വരെ വിവിധ ജില്ലകളിലെ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. 3-ാം തീയതി കമലഹാസൻ ധർമ്മടത്ത് എത്തിച്ചേരുന്നുണ്ട്, ഭാവന വരുന്നുണ്ട്, വേടൻ വരുന്നുണ്ട്. അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത്. ആ ഷെഡ്യൂൾ പ്രകാരം അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഈ ഷെഡ്യൂൾ തീരുമാനിക്കപ്പെട്ടതാണ്. ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തണം ഈ സംവാദം നടക്കണമെന്നുണ്ടെങ്കിൽ. എന്തായാലും ഒരു സംവാദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2-2.5 മണിക്കൂർ എന്തായാലും അതിന് വേണ്ടി വരും. തുറന്ന വേദിയിൽ വെച്ചായിരിക്കും ഒരു പക്ഷെ അത് നടക്കുന്നുണ്ടെങ്കിൽ അത് നടത്തേണ്ടത്. അങ്ങനെ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനുള്ള സമയം എങ്ങനെ കണ്ടെത്തും? തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അങ്ങനത്തെ സംവാദം നടക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അപൂർവ കാഴ്ചയായി അത്
മാറുകയും ചെയ്യും. കാഴ്ചയ്ക്കപ്പുറത്തേക്ക് ഈ സംവാദത്തിൽ ആര് കൂടുതൽ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളത് അത് വോട്ടിങ്ങിനെ പോലും സ്വാധീനിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംവാദത്തിൽ തയ്യാറാണ് പറഞ്ഞത് തന്നെ വലിയ കാര്യമായി തോന്നുന്നുണ്ട്. ഇനി സംവാദം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മുഖ്യമന്ത്രി ഈ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊരു വ്യക്തത ഒരുപക്ഷെ നാളെയോടുകൂടി ഉണ്ടാകുമെന്ന് കരുതാം. നിഷ.